മോനെ പ്രസവിച്ചിട്ട് 8 മാസം. അന്ന് ജീവിക്കാൻ മാർഗ്ഗമില്ല. ഇവിടെ ഒരു കടുത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വഞ്ചിയൊക്കെ ഇങ്ങനെ കൂലിക്ക് ആണ് ഞങ്ങൾ കടുത്തിറക്കാൻ പോകണം. അപ്പോൾ കൂലി കൊടുക്കാൻ ഇല്ല. അങ്ങനെ പട്ടിണിക്കിടക്കായി, ബുദ്ധിമുട്ടൊക്കെ ആയി. മീൻ പണിക്കൊന്നും ചേട്ടൻ പോയിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെയൊക്കെയാണ് പിന്നെ ലാസ്റ്റ് ഞാൻ മാർക്കറ്റിൽ പോകാൻ തുടങ്ങിയത്. ഒരു ദിവസം വരുമാനം എന്ന് വെച്ചാൽ പിന്നെ ചിലപ്പോൾ 100 രൂപ കിട്ടും, ചിലപ്പോൾ 200 രൂപ കിട്ടും. അത് ചിലവാകുന്നത് പോലെ. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ബാത്റൂമായിട്ടോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല. ഒരു സ്റ്റാള്, ഇത് വേറെ ആളുടെ സ്റ്റാളാണ്. അപ്പോൾ അയാൾ ഇന്നില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടും ഇരിക്കുന്നത്. അത് അവർ വന്നാലും ഞങ്ങളത് ആ ഇറമ്പിൽ കിടക്കണം. മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇത് കണ്ടില്ല, കുട പിടിച്ചൊക്കെ ഇരിക്കുന്നത്. ഷീറ്റൊക്കെ ഒരു കാറ്റിന് പറന്നു പോകും. പിന്നെ നമ്മൾ വാങ്ങിച്ച് വെക്കും. നിങ്ങൾ വാങ്ങിച്ച് വെക്കണേൻ്റെ കീഴിൽ ഞങ്ങളൊക്കെ ഇരുന്ന് വിൽക്കുന്നു. അപ്പോൾ ഇത് പൊളിച്ച് പണിയാൻ പോകണമെന്ന് പറയുന്നുണ്ട്. കുറേ വർഷങ്ങളായി പറയുന്നത്. ഇന്ന് വരെ അത് ശരിയായിട്ടില്ല. അല്ലാണ്ട് ഒരു ഇതുമില്ല. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലവും ഇല്ലെന്ന് വേണം പറയാനായി. ഒരു 25 വർഷത്തിന് മുമ്പ് ലോണ് കിട്ടിയത് 6000 രൂപ ലോണ് കിട്ടി സർക്കാരിൻ്റെ. അതുകൊണ്ടാണ് ഞങ്ങൾ വീട് വെച്ചത്. ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് അരൂരേക്ക് 4 രൂപ, പിന്നെ അരൂരിൽ നിന്ന് വയറ്റിലേക്ക് 5.5. പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ മേനക കിട്ടും, ചിലപ്പോൾ അല്ല പത്മ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് 4.50. അത് തന്നെ തിരിച്ചിങ്ങോട്ട്. ഒറ്റ ബസ് കിട്ടുകയാണെങ്കിൽ 10 രൂപ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 20 രൂപ മതി. പക്ഷെ ഒറ്റ ബസ് കിട്ടൂല. കച്ചവടം കൂടുതൽ നടക്കണ 10-200 രൂപയൊക്കെ കിട്ടും, ചിലപ്പോൾ 250 രൂപയൊക്കെ കിട്ടും. അത് ചിലവാകണമെന്ന്. ചിലവായില്ലെങ്കിൽ നഷ്ടമല്ലേ. അപ്പം നമുക്കിങ്ങനെ ഇത്ര കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. മോള് +2 പാസ്സായതാണ്. പിന്നെ മോനാണ്, അയാൾ +2 പാസ്സായി കഴിഞ്ഞിട്ട് IT പോയി. IT ഇലക്ട്രീഷ്യനാണ് എടുത്തേക്കുന്നത്. അതുവരെ എനിക്ക് പഠിപ്പിക്കാനുള്ള കഴിവേ ഉണ്ടായുള്ളൂ. പിന്നെ ഡിഗ്രിക്കൊന്നും വിടാനുള്ള നിവൃത്തിയില്ല. മോളെ കെട്ടിച്ചതിൻ്റെ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ശ്വാസം മുട്ട് വന്നത് കാരണം ചില ദിവസങ്ങൾ ഞാൻ പോകാറില്ല. നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാർ മാർക്കറ്റിൽ പോകുന്ന ആളുകളെ പുച്ഛിക്കാറുണ്ട്. അവർക്ക് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ആ സ്ത്രീ, ആ പുരുഷൻ്റെ ഭാര്യ വക്കറ്റ് എടുക്കേണ്ടി വന്നു. വക്കറ്റ് എടുത്തേ പിന്നെയാണ് 3 പെൺമക്കളെ കെട്ടിച്ചത്. ഒരുവിധമൊക്കെ നേരത്തെ എഴുന്നേക്കണം. അങ്ങനെ പോയി അവിടെ 7 മണിക്ക് ചെന്ന് അവരവിടെയൊക്കെ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കഴുകി ഐസ് ചെയ്ത് വിൽക്കാനൊക്കെ ഇരിക്കണം. പിന്നെ അത് കൊടുത്തു കഴിഞ്ഞ് സമയത്തുള്ള ബസ് കിട്ടിയില്ല. ഈ നേരത്തൊന്നും ഞാൻ വരാറില്ലേ. കുടുംബമായിട്ട് എനിക്ക് എൻ്റെ ഒരു മോനിനൊരു ജോലി വേണമെന്നുണ്ട്. എൻ്റെ മോനൊരു ജോലി കിട്ടിയാൽ അയാൾ ഒരാളല്ലേ ഉള്ളു എൻ്റെ പേര്. പിന്നെ ഒരു വീട് വേണമെന്നുണ്ട്. നമുക്ക് എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ തൊഴിലിന് നല്ല അഭിമാനം തന്നെയാണ്. അതായത് നമുക്ക് മറ്റുള്ളവരുടെ അടുക്കെ ചെന്ന് കടവായ്പ ഇങ്ങനെ നാഴിയരുതാ എന്നും പറഞ്ഞ് ചോദിക്കേണ്ട. നമ്മുടെ സ്വന്തം പൈസ, നമ്മൾ കഷ്ടപ്പെട്ട പൈസ ഉള്ളത് കൊണ്ട് നമുക്ക് സുന്ദരമായിട്ട് കഴിയാൻ കുഴപ്പമില്ല.